Camera rolling. Eyes closed. Action. Still eyes closed. Eyes open. Dolly back. Dijo Chatan entry. പതുക്കെ ടോപ്പിഷ്. Camera turn. Maximum height of camera. Maximum height. കൃഷാന്തിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴാണ്. ആവാസവ്യൂഹം എന്ന ചിത്രത്തിലാണ് സ്റ്റേറ്റ് അവാർഡ്. ഗംഭീര റിവ്യൂസാണ് പലരും അതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഈ സോണി അന്ന് ഈ ചാനലിലൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ ആരോ പറഞ്ഞു ഈ സോണി ലിവിൽ വരും. അതിന് മുമ്പ് തന്നെ ഈ പടം കാണണം, അതിൻ്റെ റിവ്യൂസ് കേട്ടിട്ട് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഇദ്ദേഹത്തിനെ വിളിച്ച് ഈ പടം വാങ്ങി കാണുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ചു. അതുപോലെ ഒരു ചലച്ചിത്രം മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ആവാസവ്യൂഹം പോലെ. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പറയുന്ന രീതി, അത് സംവിധാനം ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ കഥ പറച്ചിൽ തന്നെ മൊത്തത്തിൽ ഒരു കിളിയുടെ കാഴ്ച പോലെ കേരള സമൂഹത്തെ ഇങ്ങനെ നോക്കിക്കാണുക. ആ കേരള സമൂഹം എന്നുള്ളത് ലോകം മുഴുവനാവാം. കാരണം ഈ ഫുഡ് സൈക്കിൾ ട്രേസ് ചെയ്ത് നമ്മളെല്ലാവരും ഫുഡ് സൈക്കിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ ചെറിയ പുല്ലിനെ മുയലിനെ അടുത്തത് കഴിക്കും, അങ്ങനെയുള്ള ഫുഡ് സൈക്കിൾ. അപ്പോൾ ചെറിയ ജീവജാലങ്ങൾ, വലിയ ജീവജാലങ്ങളും അതിനേക്കാൾ വലിയ ജീവജാലങ്ങൾ, ഈ ചെറിയ ജീവജാലങ്ങളെത്തിൻ്റെയും അതിനേക്കാൾ വലുത് അതിനേക്കാൾ എന്ന് നമ്മൾ പ്രകൃതിയിൽ പഠിച്ചേക്കുന്നത് സമൂഹത്തിൽ ട്രേസ് ചെയ്തിരിക്കുക എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പോയിൻ്റ്, ഒരു ജോയ് എന്നൊരു കഥാപാത്ര സൃഷ്ടിയിലൂടെയാണ് ഈ കഥ നമ്മളോട് സംവേദിച്ച് തരുന്നത്. പ്രകൃതിയും മനുഷ്യൻ്റെയും, ഇരയാക്കപ്പെടുന്ന പ്രകൃതിയെയും മനുഷ്യനെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് എപ്പോഴും സ്നേഹം തുളുമ്പുന്ന, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു ജോയ് എന്നൊരു പാത്ര സൃഷ്ടിയിലൂടെയാണ് അദ്ദേഹം ആ കഥ സാധ്യമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു കഥ പറയാൻ എളുപ്പമല്ല. അതുപോലെ ഒരിടത്ത് പോലും ഒരു മോറലിസ്റ്റിക് ആയിട്ടൊരു സ്റ്റാൻഡിലോ ഒന്നുമില്ല. ആ സംവിധായകൻ നിൽക്കുന്നത് വളരെ പിന്നിലാണ്. സംവിധായകൻ്റെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നമുക്ക് ആ സിനിമയിൽ കാണാൻ കഴിയില്ല. അത് നമുക്കൊരു സത്യസന്ധമായ ഒരു ചിത്രം വരച്ച് കാട്ടിത്തരികയാണ്. അപ്പോൾ ഈ സിനിമ ഭയങ്കര ഇമ്പ്രസീവായിട്ട് ഞാനൊരു കുറിപ്പ് എഴുതിയിരുന്നു. അത് കണ്ടിട്ടാണോ എന്നറിയില്ല. എനിക്ക് അതിൻ്റെ അടുത്ത പടത്തിൽ പുരുഷപ്രേതത്തിൽ എന്നെ ഒരു ചെറിയ വേഷത്തിന് വിളിച്ചു, പബ്ലിക് പ്രോസിക്യൂട്ടർ. ഒരുപാട് സിനിമകളിൽ നിന്നൊക്കെ നമുക്ക് വിളി വരാറുണ്ട്. പക്ഷേ ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാൻ ഈ സിനിമ ചെയ്യാനായിട്ട് വന്നത്. കാരണം ഒരു നല്ല സിനിമയുടെ ഭാഗമാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പുരുഷപ്രേതം എന്ന ഫിലിമിലെ സുജാത എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആവാസവ്യൂഹം എന്ന ഫിലിമിൻ്റെ ഡയറക്ടറായ കൃഷാന്ത് പുതിയതായിട്ട് ചെയ്യുന്ന ഫിലിമാണിത്. ആവാസവ്യൂഹം എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടി, IFFKയിൽ ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടി. പിന്നെ അതുമാത്രമല്ല ഒരുപാട് പേര് കണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിവ്യൂസും കമൻസും ഒക്കെ പറഞ്ഞ ഫിലിമാണ് ആവാസവ്യൂഹം. പക്ഷേ വെരി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ഈ ഫിലിമിൽ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും കിട്ടുക. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഇവിടെ വന്നപ്പോഴും എൻ്റെ അഭിപ്രായം മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ അടിവരെ ഇടപെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന രീതിയാകട്ടെ, സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു ഫ്ലോ ആകട്ടെ, എല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനോ നമുക്ക് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കാവുന്ന തരത്തിലല്ല. അത്രയും ഒരു കാഴ്ചയുള്ള ഒരു സംവിധായകൻ, ഉഗ്രൻ ടെക്നീഷ്യൻസ്, ഗംഭീര യൂണിറ്റ്, ക്യാമറ, എല്ലാവരും. അതുമാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ജോലി ചെയ്യുന്നവരെയും ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു സെറ്റ് ഫിലിം മേക്കേഴ്സിനെയാണ് നമ്മൾ ഈ സെറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും പണിക്കാരൊന്നുമല്ല, മറ്റേ ഹലോ അസിസ്റ്റന്റ് ഡയറക്ടർ ഇങ്ങനെ ഒരു അങ്ങനെയല്ല. അവിടെ എല്ലാവരും ഒരു ബ്രദർഹുഡാണ്. അവരെല്ലാവരും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു സ്പേസ് നമുക്ക് അപൂർവം കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഈ ഫിലിമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, അത് എല്ലാ സെറ്റിലും നടക്കാറുണ്ട്. പക്ഷേ ഇതിൽ പ്രത്യേകിച്ചും കാണാം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് നല്ലോണം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എവ്രിബഡി ടേക്സ് ഇൻ ടു അക്കൗണ്ട് ബാക്കിയുള്ള ഒരു സൈഡിലെ ഒരു സജഷൻ, അത് യൂസ് ചെയ്യാൻ പറ്റുമോ, അതിനെപ്പറ്റി സംസാരിച്ച് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചെയ്യുന്നത് കാണാം. ഈവൻ ഫോർ ആക്ടേഴ്സ്, പ്രശാന്ത് അലക്സാണ്ടർ ഈ ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. ചേട്ടൻ്റെ കൂടെയായിരുന്നു എൻ്റെ മെജോറിറ്റി സീൻസും. അപ്പോൾ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എക്സ്പീരിയൻസ് ഉള്ള ആക്ടറാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചില സജഷൻസ്
പറഞ്ഞു തരുന്നത് ആക്ച്വലി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ ഹാപ്പൻസ്. ഇതിലല്ലാതെ ദർശന രാജേന്ദ്രനുണ്ട്, പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, അല്ലാതെ നമുക്ക് കണ്ട് പരിചയമുള്ളതും അല്ലാത്തതുമായ കുറേ ആക്ടേഴ്സ് ഈ ഫിലിമിലുണ്ട്. ഇതിൻ്റെ ആശയവും പ്രമേയവും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ടി വിയിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. കാണുവാനില്ല, ആൾക്കാരെ കാണുവാനില്ല, 85 വയസ്സുള്ള ഇന്നാരെ കാണാനില്ല, അല്ലെങ്കിൽ മറ്റേ 65 വയസ്സുള്ള കാണാനില്ല, കൊച്ചു കുട്ടികളെ കാണാനില്ല. നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ അയ്യോ ഈ കൊച്ചൊക്കെ എവിടെ പോയി എന്നൊക്കെ ആലോചിക്കുമെങ്കിലും പിന്നെ ഇതൊരു സ്കിപ്പ് ചെയ്തു പോകുന്ന വാർത്തയാണ്. പക്ഷേ ഈ കാണുവാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരം ടി വിയിലും പത്രത്തിലും ഒക്കെ കാണുന്ന ഇവർ എവിടെയാണ് പോകുന്നത്, എന്താണ് അവർക്ക് സംഭവിക്കുന്നത്, അതിൻ്റെ അന്വേഷണമാണ് പുരുഷപ്രേതം. പ്രേതം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആദ്യം ഈ കഥ പറയുന്ന സമയത്ത് സെബാസ്റ്റ്യനോടെ ദിലീപ് എന്ന് പറയുന്ന ഒരു ജൂനിയർ പോലീസ് ഓഫീസറാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കഥ മുന്നോട്ട് പോകെ ഈ ദിലീപിനെ ചർച്ച ചെയ്ത് ഞങ്ങൾ ദിലീപിനെ ഈ ജൂനിയർ ആക്കേണ്ട, അയാളെ ഒരു സീനിയർ ഓഫീസറാക്കാം, ഒരു സീനിയർ കോൺസ്റ്റബിൾ ആക്കാം എന്നൊക്കെ പറഞ്ഞ് ദിലീപ് എന്ന് പറയുന്ന ഒരു സീനിയർ കോൺസ്റ്റബിളിലേക്ക് എത്തി. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഈ സിനിമയിലെ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രാവശ്യം ഞങ്ങൾ പരസ്പരം കണ്ട് കഥ പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ റെവല്യൂഷണറി ചേഞ്ചസ് അതിലുണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമ എവിടേക്കോ റിയലായിട്ട് സംഭവിച്ചതുപോലെയാണ് നമ്മൾ ഈ കഥ അത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഒരു കേസ് ഫയൽ വായിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇതിൽ സത്യസന്ധമായ ഇവൻറ്റുകളുണ്ട്, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫിക്ഷനീകരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുമുണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ. ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പുരുഷപ്രേതത്തിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ക്യാരക്ടറുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ക്യാരക്ടേഴ്സാണ്. വെറുതെ ഒരു കാര്യം പറയാനായിട്ട് ഒരാളും വരുന്നില്ല, വെറുതെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നില്ല. എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ, ഒരു കഥാപാത്രം ഈ സിനിമയിൽ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്യാരക്ടേഴ്സാണ്. വളരെയധികം ക്യാരക്ടറൈസേഷൻസ് ഉള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അജിത്തിൻ്റെയും കൃഷാന്തിൻ്റെയും ഒബ്സർവേഷൻസ്, അവരുടെ ചുറ്റിനും നടക്കുന്ന ജീവിതത്തിനെക്കുറിച്ചുള്ള അതിഭീകരമായ ഒബ്സർവേഷൻസ് ഈ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ ആക്ച്വലി കുറേ മൊണ്ടാഷ് സീക്വൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഇന്നലെ എടുത്തൊരു സീനാണ് ആക്ച്വലി. അതിൽ ഒരു കരയുന്ന ഒരു സീക്വൻസ്, ഒരു മൊണ്ടാഷ് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ, ബിക്കോസ് അങ്ങനെ കുറച്ച് അനിമേറ്റഡ് ആയിട്ട് അഭിനയിക്കാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ അത് ചെയ്യാൻ പറ്റിയതുള്ളതൊരു ഭയങ്കര ഒരു ബോണസ് ആയിരുന്നു. Other than that, I really love the experience on the set. It's very good. And Krishand has a very good idea about what he wants. ഭയങ്കര ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, പക്ഷെ അതിനകത്ത് തന്നെ നല്ല ഫ്രീഡമുള്ള ഒരു അപ്രോച്ചാണ് കൃഷ്ണൻ്റെ. ഇൻ ഹിസ് സ്ക്രിപ്റ്റ് ഈസ് ആക്ച്വലി ഗിവൺ വെരി ഡീറ്റെയിൽഡ് ഐഡിയാസ് അബൌട്ട് വാട്ട് എവറി സീൻ ഷുഡ് ഹാവ് ആൻഡ് വാട്ട് ഇറ്റ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ്. അതുമാത്രമല്ല മിക്ക സീൻസിൻ്റെയും വിഷ്വൽ റെപ്രസെൻറ്റേഷനൊക്കെ ഉണ്ട് സ്ക്രിപ്റ്റിൽ തന്നെ. അപ്പോൾ നമുക്കതൊക്കെ ഹീസ് ഡൺ എ ലോട്ട് ഓഫ് ദ എൻറ്റയർ ടീം ഹാസ് ഡൺ ഒരു നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് സെറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാണാനും. പിന്നെ അത് തരുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ നമുക്ക്, അതിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി കിട്ടി, വിച്ച് ഈസ് വെരി നൈസ്. പിന്നെ ഇതിൽ ഡ്രാമ, ആക്ഷൻ, കോമഡി എല്ലാം ഉണ്ട്. ഐ എം ഷുവർ എവറിബഡി വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം. ഈ സ്ക്രിപ്റ്റ് വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് എന്നെ ആദ്യം സമീപിച്ചത്. പൊതുവെ എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കുന്ന ഒരു ശീലമുള്ള കാരണം ഞാനിങ്ങനെ മൊത്തം സ്ക്രിപ്റ്റ്, എൻ്റെ ക്യാരക്ടർ മാത്രമല്ല മൊത്തം ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഈ സ്ക്രിപ്റ്റ്. കാരണം ഇതൊരു ഹ്യൂമർ ഒരുപാട് വർക്ക് ചെയ്യേണ്ട സിനിമയാണെന്ന് ഇവർ പറഞ്ഞിരുന്നു. ഹ്യൂമറാണ് ഇതിൻ്റെ ജോണർ എന്നൊക്കെ. അപ്പോൾ പൊതുവെ അങ്ങനെ പല സ്ഥലത്തും അവരങ്ങനെ പറയെങ്കിലും സ്ക്രിപ്റ്റിൽ കമ്പാരിറ്റീവ്ലി സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളെ ചിരിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന അംശങ്ങൾ വളരെ കുറവാണ്, ഉണ്ടാവും. എന്നാലും ഈ സ്ക്രിപ്റ്റിൽ വളരെയധികം അത് നിറഞ്ഞു നിന്ന് ഞാൻ ഒരുപാട് ചിരിച്ചു ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ അത് വായിക്കാൻ കൊടുത്തു. വായിച്ചോക്കൂടെ, ഭയങ്കര രസമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള
ഒരു കൊള്ളാവുന്ന സ്ക്രിപ്റ്റാണ് ഇത് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്യുമ്പോഴും മിക്കപ്പോഴും സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തും വായിച്ചിട്ട് പറഞ്ഞു, ഇത് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു. സോ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായി. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന ക്യാരക്ടർ മാറ്റിയിട്ട് പിന്നീട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതിലൊരു അഡ്വക്കേറ്റായിട്ടാണ്. അഡ്വക്കേറ്റ് മുരളീധരൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ്. വളരെ സറ്റയറായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഹ്യൂമറെന്നോ ഏതൊക്കെ രീതിയിൽ നമ്മൾ തമാശയെ പറയുമോ ആ രീതിയിലുള്ള ജോണറൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഹ്യൂമറിലെ ഒരു വലിയൊരു പ്രധാന കാര്യം പറയുന്ന ഒരു സിനിമയാണ്. ഹ്യൂമർ വെറുതെ തമാശ പറഞ്ഞു പോകല്ല, അതിൻ്റെ അകത്ത് ഒരു അണ്ടർ കറൻ്റായിട്ട് സെർട്ടൻ കാര്യങ്ങൾ സാമൂഹികപരമായിട്ട് മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ടതും ഇടപെടേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഹ്യൂമറിൻ്റെ മേമ്പൊടി ചേർത്തി, അതും നല്ല വൃത്തിയുള്ള ഹ്യൂമർ ചേർത്തിട്ട് സിറ്റുവേഷൻ കോമഡിയൊക്കെ വെച്ചിട്ട് തന്നെ വളരെ നന്നായിട്ട് ഈ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിൽ അപ്പോൾ ഈ സ്ക്രിപ്റ്റ് നമ്മളിങ്ങനെ എഴുതി വെച്ചാലും ചിലപ്പോൾ മേക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് അങ്ങനെ ആക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ ഡയറക്ടറുടെ ഭാഗത്തുനിന്നോ ചിലപ്പോൾ അങ്ങനെ അതിനെ സിങ്ക് ചെയ്യിപ്പിക്കാനായിട്ട് അതിനെ ഒന്ന് ഏകോപിപ്പിച്ചെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ ക്രൂവിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ പുറകിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർ, വൈശാഖ്, രാഹുൽ, അങ്ങനെ തുടങ്ങി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടീം, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ആൾക്കാരുടെ ഒരു ടീം തന്നെയുണ്ട് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും ഭയങ്കര ഗ്രൂപ്പായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സിനിമാ സംവിധായകനാണ് അതിൻ്റെ ഒരു ഐ ആം ദ ഹിറ്റ്ലർ ഓഫ് മൈ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടേഴ്സിനെ നമുക്കറിയാം. ഇതൊരു എപ്പോഴും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും സിനിമയെ കുറിച്ച് അറിയാം എന്ന് പറയുന്നത്. അത് ഇതിലത്തെ ഓരോ ക്രൂ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് സിനിമ ഇതിങ്ങനെയാണ് കൺസീവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അത് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. സുഹൃത്തുക്കളായിട്ടുള്ള പല ആൾക്കാരും ഒരുമിച്ച്, ഞാൻ ജഗദീഷ് ചേട്ടനൊക്കെ ഒരുമിച്ച് അഭിനയിക്കാനൊരു അവസരം കിട്ടിയെന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമാണ്. ഞാൻ ജഗദീഷ് ചേട്ടനോട് തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെയൊക്കെ പല പെർഫോമൻസുകളും പല കഴിഞ്ഞകാല സിനിമകളുടെ പെർഫോമൻസുകൾ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ കാണുന്ന സമയത്ത് ഒരിക്കലും ആളുടെ കൂടെ നിന്നൊക്കെ ഒരു സീൻ ഷെയർ ചെയ്യാനോ ചെയ്യാനോ പറ്റുന്നുള്ളതൊന്നും അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല. കൗതുകരമായി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒക്കെ നിന്ന് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നു ചേർന്നത്. എൻ്റെ ക്യാരക്ടർ ഇതിൽ പുരുഷപ്രേതം എന്നാണ് ഈ സിനിമയുടെ പേര്. അപ്പോൾ ഈ പ്രേതമായിട്ടുള്ള ഡീൽ ചെയ്യുന്ന ഒരു പ്രധാന ഏരിയയിൽ വരുന്ന, അതായത് ഒരു ശ്മശാനത്തിൽ, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ, അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു വാസം തന്നെ. ശ്മശാനം വാറ്റുഗോപാലൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. ആ പേര് കേട്ടപ്പോഴാണ് എനിക്ക് ഇത് ചേട്ടൻ തന്നെ ചെയ്യണമെന്ന് മുമ്പേ തന്നെ കൃഷാന്ത് എൻ്റെ അടുത്ത് പറയുകയും ഞാൻ എന്തായാലും ചെയ്തിരിക്കുന്നു പറയും. അങ്ങനെ ഇതിൽ വന്ന് പെടുകയും ഇപ്പം അത് അതിൻ്റെ അവസാന ഘട്ടത്തേക്ക് ആദ്യത്തെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഇത് രണ്ടാമത്തെ ഷെഡ്യൂളിൽ അതിൻ്റെ ഏകദേശം രണ്ടാമത്തെ ഷെഡ്യൂളിൻ്റെ ഏകദേശം അവസാന ഭാഗം ആയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷാന്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളൊരു 6-7 വർഷമായിട്ടുള്ള സൗഹൃദമാണ്. പണ്ടൊരു സിനിമയുടെ കഥയുമായിട്ട് ഞങ്ങളങ്ങനെ കണ്ടുമുട്ടി, അത് ഇങ്ങനെ തുടർന്ന് വരുന്നൊരു ബന്ധമാണ്. അപ്പോൾ കൃഷാന്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഡയറക്ടറാണ് കൃഷാന്ത്. ഞങ്ങൾ കുറേ സബ്ജക്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് കുറേ സിനിമകൾ ഇങ്ങനെ ചർച്ച ചെയ്ത് ഇതിൽ ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഈ സിനിമയിൽ ഇതിൽ ഞാൻ വർക്ക് ചെയ്യേണ്ടതായിരുന്നില്ല. പക്ഷേ വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് സീക്വൻസസ് എല്ലാം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിൽ ഒരു രസമുള്ളൊരു ക്യാരക്ടർ, ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നോൺ മലയാളി IPS ഓഫീസർ. ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. വളരെ രസകരമായിട്ടുള്ള കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ശൈലിയുണ്ട് കൃഷാന്തിൻ്റെ. ഏതൊരു സീരിയസ് ഇൻസിഡൻറ്റും കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റി. അതിനോടൊപ്പം തന്നെ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹ്യൂമർ ഫീൽ ചെയ്യുന്ന ഗൗരവമേറിയ സിറ്റുവേഷൻസാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമയും അതിൻ്റെ കഥയും അതിൻ്റെ കഥാഗതിയുമൊക്കെ സാധാരണ കാഴ്ചക്കാരന് ഒരു കഥ കണ്ടു തീരുന്ന, ഒരു കേസ് കണ്ടു തീരുന്ന, ഒരു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു കഥ ആൾക്കാർക്ക് മനസ്സിലാവുന്നതിനോടൊപ്പം തന്നെ ഇതിന് പല ലെയറുകളും ആ കഥയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. അൺഐഡൻറ്റിഫൈഡ് ബോഡീസിൻ്റെ ഒരു മനുഷ്യൻ്റെ
ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്, അവൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള അവൻ്റെ ഐഡൻറ്റിറ്റി, അവൻ മരിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഐഡൻറ്റിറ്റി, നമ്മളുടെ ഒരു ഇതിനകത്ത് ഒരു കഥാപാത്രം പറയുന്ന പോലെ തന്നെ നമ്മളൊക്കെ എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങുന്നത് തിരിച്ച് വീട്ടിൽ ചെല്ലാം എന്നുള്ളൊരു വിശ്വാസത്തിലും ഉറപ്പിലുമാണ്. എവിടെയെങ്കിലും വീണ് ഏതെങ്കിലും റോഡിൽ ഒരിടത്ത് വീണ് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നമ്മളുടെ ഒരു ഐഡൻറ്റി കാർഡോ മറ്റോ ഇല്ലെങ്കിൽ നമ്മളൊരു അജ്ഞാതനായി മാറുകയാണ്. ഈ അജ്ഞാതൻ ആയിക്കഴിഞ്ഞാൽ ഇയാളുടെ ശരീരത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ലോകത്തുള്ളത്. ഈ ലോകത്തിനെ പലപ്പോഴും വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്താത്ത ധാരാളം കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ അജ്ഞാതരായി എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടാവാം, മരിച്ചിട്ടുണ്ടാവാം. ഈ ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു ലെയർ ഈ സിനിമയിലൂടെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ബ്യൂറോക്രസിയിലെ നമ്മുടെ സമൂഹത്തിലെ ഈ സിസ്റ്റംസിലെ ചില ശരിയില്ലായ്മകൾ, മേധാവിത്വങ്ങൾ, അടിമത്തങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥലത്തെ പൊളിറ്റിക്സുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഒരു മെയിൻ കഥ പറഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ പല ലെയറുകളായിട്ട് പറഞ്ഞു പോകുന്നത്. അതോടൊപ്പം ആണുങ്ങളുടെ ഈഗോ, അവരുടെ ചില ധാരണകൾ, തെറ്റിദ്ധാരണകൾ, മണ്ടത്തരങ്ങൾ, അവയൊക്കെ തുറന്നു കാട്ടുന്ന ഒരു സിനിമ കൂടിയാണ് പുരുഷപ്രേതം. പ്രശാന്തിൻ്റെ കൂടെയുള്ള ഞങ്ങൾ ആവാസവ്യൂഹം ടീമെല്ലാം തന്നെ ഇതിലുമുണ്ട്. ഇതിൽ ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ലീഡ് ക്യാരക്ടറിന് എപ്പോഴും പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരിൽ ഒരാളാണ്. ഒരു CI ക്യാരക്ടറാണ് ഇയാൾക്ക്. പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കേസന്വേഷണമോ കാര്യങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധമൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. ഇയാൾ വേറെ എന്തൊക്കെയോ പല രസകരമായ പല കാര്യങ്ങളുമായിട്ട് നടക്കുന്നൊരു ക്യാരക്ടറാണ്. എന്തായാലും പിന്നെ ഇതിൻ്റെ അറിയാലോ, കൃഷാന്ത് നമ്മുടെ ടീമിൻ്റെ തന്നെ ഒരു പ്രോജക്റ്റാണ്. കൃഷാന്തിൻ്റെ മുന്നത്തെ വർക്കുകളൊക്കെ അറിയാം. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു വ്യത്യസ്തതയും ഇതിൻ്റെ ഫ്രെയിമിങ്ങിലും കാര്യങ്ങളിലൊക്കെയുള്ള അതൊക്കെ നിങ്ങൾക്ക് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. നല്ലൊരു ദൃശ്യാനുഭവമായിരിക്കും ഇത്. പിന്നെ ഇത് സത്യത്തിൽ ഇതൊരു 3 വർഷത്തിലേറെയായി ഞങ്ങളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ആവാസവ്യൂഹം ചെയ്തു, പിന്നെ ഒരു വെബ് സീരീസ് ചെയ്തു, ക്രയവിക്രയ പ്രക്രിയ എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ഷൂട്ട് അതിനിടയിൽ കഴിഞ്ഞു. അതിന് മുന്നേ തീരുമാനിച്ച പ്രോജക്റ്റായിരുന്നു ഇത് പുരുഷപ്രേതം എന്ന് പറയുന്നത്. എൻ്റെ യഥാർത്ഥ പേര് ഷിനു എന്നുള്ള പേരാണ് ഇതിലിവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്യാരക്ടറിൻ്റെ പേര് ഷിനു ദാസ് എന്നാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൃഷാന്തിൻ്റെ അടുത്ത സിനിമ എന്നുള്ള നിലയിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു പടമാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതേ ടീം തന്നെയാണ്, നമ്മുടെ ടീം എല്ലാവരും തന്നെ ഇതിലുണ്ട്. ആ ഒരു ടീം വർക്ക് ഇതിലുടനീളം നമുക്ക് കാണാൻ പറ്റും. അത് ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും അത് ഫീൽ, ഓരോരുത്തരോട് അവരോട് ചോദിച്ചാൽ അവർ പറയുന്നതാണ്. എല്ലാവർക്കും ആ ഇതിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. അത് എല്ലാവരും കാണണം. ഇതിൽ രസമായിട്ടുള്ള ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഭാഗത്താണ് ഒരു വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് ഈ സിനിമ പോകുന്നത്. വളരെ സീരിയസ് നോട്ടിലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്കായിട്ട് പോകേണ്ട ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടാണ് എൻ്റെ ഒരു സ്ക്രിപ്റ്റിങ് നടന്നിരിക്കുന്നതും. അതായത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെ സരസമായി നോക്കിക്കാണുന്ന ഒരു അവസ്ഥയുണ്ട് സ്ക്രിപ്റ്റ്, നമ്മൾ എൻ്റയർ സ്ക്രിപ്റ്റ് നോക്കുന്ന സമയത്ത്. ആൻഡ് അതിൻ്റെ ഫ്രെയിമിംഗ് ആണെങ്കിലും എല്ലാത്തിലും എവിടെയോ ഒരു ചെറിയ പരീക്ഷണവും ഇപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നുന്ന ആ വിഷ്വൽസൊക്കെ കാണുമ്പോൾ കുറച്ചൊരു സിദ്ദിഖ് ലാൽ മൂവിയുടെ ഫീല് തോന്നുമെങ്കിൽ പോലും എന്നാൽ വേറൊരു പാരലൽ സിനിമയുടെ ഒരു ചെറിയ സാധനം എവിടെയോ കിടക്കുന്നുണ്ട് താനും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡാണ്. എനിക്ക് തോന്നുന്നൊരു പക്ക ന്യൂ ജനറേഷനിൽ നമ്മൾ പറയുന്ന കൈൻഡ് ഓഫ് മൂവീസിൽ ഒരു എൻ്റർടൈൻ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമ്മളെ തിങ്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് ഹ്യൂമർ സിനിമയായിരിക്കും. എല്ലാവർക്കും ഭയങ്കര വർക്ക് ആവേണ്ട ഒരു സിനിമയാണത്. ആവാസവ്യൂഹം എത്രത്തോളമായി അതിൻ്റെ ഒരു 10 ഇരട്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ പുരുഷപ്രേതം മൂവിയുടെ സെറ്റിലാണുള്ളത്. ഞാൻ ഇതിനു മുന്നേ 1-2 മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ നിരഞ്ജന എന്ന ഒരു IPS ഓഫീസറിൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അത് മൂവിയിലൊരു നല്ലൊരു മൊമെൻറ്റിലാണ് ഈ ക്യാരക്ടർ വന്ന് നിൽക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തൊരു ക്യാരക്ടറാണ്. അതിൻ്റെ 2 ഫേസസ് ഉണ്ട്. രണ്ടും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എന്താ പറയണ്ടത്, നമ്മുടെ കംഫേർട്ട് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകുന്ന ക്രൂസാണുള്ളത്. ഡയറക്ടറായാലും ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ ഒരു രീതിയിലുള്ള
എന്താ പറയുക, ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. വി വർ ലൈക്ക് ഐ വാസ് സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി പുരുഷപ്രേതം. ആൻഡ് ഇതിന് തന്നെ ഇപ്പോൾ എന്താ പറയുക, ലേഡീസിന് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് സെല്ലും എല്ലാം അവർ ഇനീഷ്യലി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. In all terms, I was very happy and I felt so safe to work here and confident too. ഭയങ്കര എൻകറേജിങ് ആയിരുന്നു എല്ലാവരും, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കൂടെയുള്ള എല്ലാവരും, ഇൻക്ലൂഡിങ് ഡയറക്ടേഴ്സായാലും. കൃഷാന്ത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു. ആവാസവ്യൂഹം കണ്ടപ്പോൾ തന്നെ സാറിൻ്റെ മൂവിയിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൽ ചെയ്തപ്പോഴത്തേക്ക് ഐ ആം റിയലി ഹാപ്പി.